20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. ശ്വേത ചേച്ചി, ചെറിയൊരു ടാസ്ക് അങ്ങോട്ട് ചെയ്താലോ? കടിച്ചാ പൊട്ടാത്ത കുറച്ച് വാക്കുകളുമായിട്ട് ഞാൻ വരാം. ഈ വാക്കുകൾ പക്ഷെ അതേപോലെ എഴുതി വെക്കുണ്ടാവില്ല. അക്ഷരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആക്കി ഞാൻ സ്കാറ്റേർഡ് ആയിട്ട്. എന്നിട്ട് ഏതാണ് ആ മലയാള അക്ഷരം അല്ലെങ്കിൽ ആ മലയാള അക്ഷരമല്ല മലയാള വാക്ക് ഏതാന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് നീതിപൂർവമായുള്ള ന്യായാധിപം ആയിരിക്കണം കേട്ടോ. ഞാൻ ആ വാക്ക് സ്ക്രീനിൽ, വാക്കല്ല സ്കാറ്റേർഡ് ആയിട്ടുള്ള സംഭവം സ്ക്രീനിൽ വന്നു കഴിയുമ്പോ ഏത് കരക്കാരാണ് ആദ്യം കൈവെക്കുന്നത് അവർക്കായിരിക്കും ചാൻസ്. അത് പന്തിയിൽ ഭേദം കാണിക്കരുത്. റെഡി? നിങ്ങളുടെ കണ്ണുകൾ കൂർപ്പിക്കൂ, കാതുകൾ കൂർപ്പിക്കൂ. കാതെന്തൊരു കൂർപ്പിക്കണം അതിന്. ആദ്യത്തെ വാക്ക് ഞാനിങ്ങനെയല്ല വിചാരിച്ചേ. എനിക്ക് കിട്ടി, അഖിലിന് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഖിൽ കൈപൊക്കിയിരിക്കാൻ ആദ്യം കൈവയ്ക്കാൻ ഞാനാണ്. ഞാൻ പക്ഷെ നമസ്കാരം. ഗുഡ് വൺ അഖിൽ. അടുത്ത വാക്കിലേക്ക് നോക്കുമ്പോ ഇപ്പൊ സ്കോർ നോക്കുവാണെങ്കിൽ അഖിൽ ആൻഡ് ടീം 1. നെക്സ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. നിവിൻ പോളി അല്ലല്ലോ. ശ്രീവിദ്യ ആണ്. വിശാല മനസ്കൻ ആണോ ആ വാക്കെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ വിനാശ കല വിപരീത നമ്മൾ അടുത്ത വാക്കിലേക്ക് പോവുകയാണ്. ആൻഡ് ദ തേർഡ് വേർഡ് മുടിചൂടാമന്നൻ. എങ്ങനെ മുടിചൂടാമന്നൻ? എന്താ മീനിങ്? കിരീടം വെക്കാത്ത രാജാവ്. അതാണ് സ്കോർ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ നമ്മുടെ അഖിൽ ആൻഡ് ശ്രീവിദ്യ with 3 marks, നോബി ചേട്ട ആൻഡ് ഡയാന with 0. നെക്സ്റ്റ് ഡയാന. അതിന്റെ അർത്ഥം വേണം ഞാൻ പറയാം. മൂക്കത്ത് ദേഷ്യം വരുന്ന ആള്. 4 മാർക്കുമായിട്ട് ഇപ്പൊ നിക്കുവല്ലേ നിങ്ങളുടെ ടീം. ഗംഭീരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. നോബി ചേട്ട ആൻഡ് ഡയാന കോൺസെൻട്രേറ്റ്. 0 ആണ്. ഒരെണ്ണെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അതിന്റെ ഇടയ്ക്കിരിക്കുന്ന പ്രമാണി ശ്വേത ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ്. ശരി, അടുത്ത വാക്ക്. നെക്സ്റ്റ് ലെറ്റ്സ് സീ. ഇത് സൂപ്പറാണ്. അതെ, പത്തേമാരി. പഞ്ചസാര അല്ലല്ലോ, പത്തിരിയാണോ? ഇത്തിരിയാ പമ്പച്ചസ. പയർ 1 കിലോ. എന്റെ പരിചയ സമ്പത്ത്. അതെ 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 ആണോ നോക്കട്ടെ. അതെ. അടിപൊളിയായിട്ടാ. സൂപ്പർ. അപ്പം ലാസ്റ്റ് വേർഡ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതെങ്കിലും എന്റെ ഒരു ആഗ്രഹം ഡയാനയും നോബി ചേട്ടനും എങ്ങനെയെങ്കിലും പറയണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് തെക്കേക്കര പറയണം എന്നുള്ളതാണ്. ഓക്കെ, കണ്ടോ ഏതാ വാക്ക് എന്നുള്ളത്? ചാടിക്കറി പറയണ്ട. കിട്ടിയെങ്കിൽ എനിക്ക് കിട്ടി. കിട്ടിയോ? കിട്ടി. എനിക്കും കിട്ടി. പറയട്ടോ. പരകായ പ്രവേശം. അതെ, പരകായ പ്രവേശം. ഗുഡ് വൺ ഡയാന, നോബി ചേട്ടാ. ഫൈനലി ഒരെണ്ണം പറയാൻ പറ്റി. എന്തായിരിക്കും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? എന്താണ് പറയാൻ പറ്റാൻ? എനിക്ക് കണ്ണുകൂടായിരുന്നു. നോബി ചേട്ടൻ പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കുറവും. ഈ ഊട്ടിയിലെ സ്കൂളിൽ പഠിച്ച എന്റെ വിഷയം. എനിക്ക് തണുപ്പുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് നമ്മൾ ഈ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും അഖിലും ശ്രീവിദ്യയുമാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ലാസ്റ്റ് നമ്മൾ വിട്ടുകൊടുത്താണ്, ഇല്ലെങ്കിൽ ഫുൾ 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്.